ഗൾഫ് രാജ്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വജ്രായുധം കൂടി. 2 പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തിരുന്ന ആ ചരിത്ര നിമിഷം ഇതാ അരികിലെത്തിക്കഴിഞ്ഞു. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള 6 ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇനി വെറും സൗഹൃദമല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന സാമ്പത്തിക ശക്തിയായി മാറുകയാണ്. എന്താണ് ഇന്ത്യ GCC കരാർ? സൗദിയുമായി ഇന്ത്യ നേരിട്ട് നടത്തുന്ന ചർച്ചകൾക്ക് പിന്നിലെ തന്ത്രം എന്താ? പ്രവാസികൾക്കും ഇന്ത്യൻ വിപണിക്കും ഇത് എങ്ങനെ ഗുണകരമാകും നോക്കാം. 2004 ഇന്ത്യയും GCCയും തമ്മിൽ ആദ്യമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് ആലോചിക്കുന്നത്. പിന്നീട് 2006 2008 ചർച്ചകൾ നടന്നെങ്കിലും പല കാരണങ്ങളാൽ അത് മരവിപ്പിച്ചു. എന്നാൽ 20 വർഷത്തെ ആ അനിശ്ചിതത്വത്തിന് ഇപ്പോൾ മോദി സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ വെച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും GCC ചീഫ് നെഗോഷിയേറ്റർ രാജ അൽ മർസൂഖിയും പുതിയ മാർഗരേഖയിൽ ഒപ്പുവെച്ചതോടെ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര യുഗം ആരംഭിച്ചു കഴിഞ്ഞു. സൗദി, UAE, ഖത്തർ, കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ എന്നീ 6 കരുത്തുറ്റ രാജ്യങ്ങളുമായുള്ള വ്യാപാര തടസ്സങ്ങൾ ഇതോടെ നീങ്ങും. ഈ നീക്കത്തിലെ ഏറ്റവും വലിയ സവിശേഷത സൗദി അറേബ്യയുമായി ഇന്ത്യ നടത്തുന്ന സമാന്തര ചർച്ചകളാണ്. GCC കരാർ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സൗദിയുമായി നേരിട്ട് ഒരു പ്രത്യേക ഉടമ്പടിക്ക് ഇന്ത്യ നീക്കം നടത്തുകയാണ്. ഇതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. സൗദിയിൽ നിന്നുള്ള ഭീമമായ നിക്ഷേപം ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിക്കുക, മോസ്റ്റ് ഫോർവേഡ് നേഷൻ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ UAEയുമായും ഒമാനുമായും ഇന്ത്യക്ക് ഇത്തരം കരാറുകളുണ്ട്. ഇത് സൗദിയിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ അത് അറബ് ലോകത്തെ ഇന്ത്യയുടെ സ്വാധീനം അജയമാക്കും. എന്താണ് ഈ കരാർ കൊണ്ട് സാധാരണക്കാരന് ലഭിക്കുന്ന നേട്ടം? ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമായിരിക്കും. ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങളും തുണിത്തരങ്ങളും കുറഞ്ഞ നികുതിയിൽ ഗൾഫ് വിപണിയിലെത്തും. സ്വർണ്ണാഭരണങ്ങൾക്കും യന്ത്ര സാമഗ്രികൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടാകും. എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും ഗൾഫിനെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ ഇവ ലഭ്യമാക്കാൻ കരാർ സഹായിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം $178 ബില്യൺ വ്യാപാരമാണ് നടന്നത്. പുതിയ കരാർ വരുന്നതോടെ ഇത് ഇരട്ടിയാകും. അതായത് ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ വാർത്ത വലിയ ആശ്വാസമാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുമ്പോൾ അത് അവിടുത്തെ ജോലി സാധ്യതകളെയും സുരക്ഷിതത്വത്തെയും പോസിറ്റീവായി ബാധിക്കും. പുതിയ കരാറുകൾ വരുന്നതോടെ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ ഗൾഫിലേക്ക് പോകും. അതുപോലെ ഗൾഫ് കമ്പനികൾ ഇന്ത്യയിലും നിക്ഷേപം നടത്തും. ഇത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് മുന്നിൽ തുറക്കുന്നത്. ചൈനയും പാകിസ്ഥാനെയും പോലുള്ള രാജ്യങ്ങൾ ഗൾഫിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ തന്റെ നയതന്ത്ര മികവ് കൊണ്ട് ആ വാതിലുകൾ ഇന്ത്യക്കായി മലർക്കെ തുറന്നിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യ എന്ന ലോകശക്തിയുടെ കരുത്തുറ്റ വിളംബരം കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഈ ബന്ധം ഇന്ത്യയെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിക്കുമെന്നതിൽ സംശയമില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൗദി അറേബ്യയോടുള്ള ഇന്ത്യയുടെ സമീപനമാണ്. GCC എന്ന 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയുമായി ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സൗദിയുമായി നേരിട്ടുള്ള ഒരു പ്രത്യേക വ്യാപാര കരാറിന് ഇന്ത്യ കരുനീക്കം നടത്തുകയാണ്. ഇതിനു പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. സൗദി അറേബ്യയുടെ മിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി അവർ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ അവർക്ക് ഏറ്റവും വലിയ വിപണിയായി കാണാൻ സാധിക്കുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഈ ചർച്ചകൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ്. നിക്ഷേപ തർക്ക പരിഹാരത്തിന് പ്രത്യേക സംവിധാനം വേണമെന്ന സൗദിയുടെ ആവശ്യം ഇന്ത്യ പരിഗണിക്കുന്നത് അന്താരാഷ്ട്ര നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള വലിയൊരു ചുവടുവെപ്പ് തന്നെയാണ്. ഭാരതത്തിന്റെ ഇന്ധന ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും വരുന്നത് ഗൾഫ് നാടുകളിൽ നിന്നാണ്. ഈ കരാർ നിലവിൽ വരുന്നതോടെ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് കൂടുതൽ ഇളവുകളും മുൻഗണനയും ലഭിക്കും. എന്നാൽ ഇത് കേവലം ഇറക്കുമതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമായിരിക്കും. ഇന്ത്യൻ വസ്ത്രങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, IT സേവനങ്ങൾ എന്നിവയ്ക്ക് ഗൾഫ് വിപണിയിൽ വലിയ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അറബ് വിപണികളെ കീഴടക്കുന്ന കാഴ്ചയാണ് നാം വരും വർഷങ്ങളിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ $178 ബില്യൺ വ്യാപാരം എന്നത് ഈ കരാറിലൂടെ $300 ബില്യൺ എത്തിക്കുകയാണ് ലക്ഷ്യം. ഗൾഫ് മേഖലയിൽ ചൈന ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുക എന്ന വലിയൊരു തന്ത്രവും ഇതിനു പിന്നിലുണ്ട്. ചൈനയേക്കാൾ വിശ്വസിക്കാവുന്ന പങ്കാളിയാണ് ഇന്ത്യ എന്ന അറബ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ മോദി സർക്കാരിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് സാധിച്ചു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്
ഇക്കണോമിക് കോറിഡോർ എന്ന ബൃഹത് പദ്ധതിയുടെ തുടർച്ചയായി വേണം ഈ വ്യാപാര കരാറിനെ കാണാൻ. ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായി ഇന്ത്യ മാറുകയാണ്. മലയാളികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഈ കരാർ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം എത്രത്തോളം ദൃഢമാകുന്നുവോ അത്രത്തോളം അവിടെയുള്ള പ്രവാസികളുടെ തൊഴിൽ സുരക്ഷിതത്വവും വർദ്ധിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിയമപരമായ തടസ്സങ്ങൾ നീങ്ങുന്നതോടെ പ്രവാസി സംരംഭകർക്കും അവിടെ ബിസിനസ് തുടങ്ങുന്നത് എളുപ്പമാകും. അതോടൊപ്പം ഗൾഫിൽ നിന്നുള്ള വമ്പൻ കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികളും സ്ഥാപനങ്ങളും തുടങ്ങുന്നതോടെ ഇവിടെയുള്ള യുവാക്കൾക്ക് നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ ലഭിക്കും. നമ്മൾ വെറും ഒരു വ്യാപാര കരാറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ചൈന വിരിച്ച വലക്കണ്ണികൾ ഓരോന്നായി മുറിച്ചു മാറ്റുകയാണ് ഇന്ത്യ. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഗൾഫ് രാജ്യങ്ങളെ കടക്കിണിയിലാക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് വിശ്വാസത്തിന്റെ പാലമാണ്. GCC രാജ്യങ്ങളിൽ ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അവരുടെ ഏറ്റവും വലിയ വിപണി ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു പങ്കാളി ഇന്ത്യ ആയതുകൊണ്ടാണ്. അറബ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലും പ്രതിരോധ നിർമ്മാണത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം കൂടുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന തലവേദന ചെറുതല്ല. G20 ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോറിന്റെ നട്ടെല്ലാണ് ഈ കരാർ. ഇന്ത്യയിൽ നിന്ന് UAE വഴി സൗദിയിലേക്കും അവിടെ നിന്ന് ഇസ്രായേൽ വഴി യൂറോപ്പിലേക്കും നീളുന്ന റെയിൽ ഷിപ്പിംഗ് ശൃംഖല. ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്കു നീക്കത്തിന്റെ സമയം 40% കുറയും. അതായത് ഗുജറാത്തിലെ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം വെറും ദിവസങ്ങൾക്കുള്ളിൽ റിയാദിലെ സൂപ്പർ മാർക്കറ്റിലെത്തും. ഈ ലോജിസ്റ്റിക് വിപ്ലവമാണ് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. വെറും എണ്ണയും തുണിത്തരവും മാത്രമല്ല ഇനി കൈമാറ്റം ചെയ്യപ്പെടുക. ഇന്ത്യയുടെ UPI സാങ്കേതിക വിദ്യ ഇതിനോടകം ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ടെക് സ്റ്റാർട്ടപ്പുകൾക്ക് സൗദിയിലെയും ദുബായിലെയും വലിയ നിക്ഷേപകർ ഫണ്ട് നൽകാൻ ഈ കരാർ വഴി തുറക്കും. ഡിജിറ്റൽ ഇക്കണോമിയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം ഗൾഫ് രാജ്യങ്ങളുടെ ഭരണ പരിഷ്കാരങ്ങൾക്ക് മാതൃകയാവുകയാണ്. IT മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് ഇനി ഗൾഫിൽ വലിയ അവസരങ്ങൾ വരാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടത് വെറും ഒരു വ്യാപാര കരാറിന്റെ വാർത്തയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഭാരതം തന്റെ സിംഹാസനം ഉറപ്പിക്കുന്ന കാഴ്ചയാണ്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ഇന്ന് ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ കണ്ടിരുന്നത് കേവലം എണ്ണയ്ക്ക് വേണ്ടിയോ പ്രവാസികൾക്ക് ജോലി കിട്ടാനോ വേണ്ടിയുള്ള ഇടമായിട്ടായിരുന്നു. എങ്കിൽ ഇന്ന് ആ കാഴ്ചപ്പാട് മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ഗൾഫിന്റെ വിശ്വസ്തരായ പങ്കാളിയാണ്. അവരുടെ സുരക്ഷതയിലും വികസനത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഗൾഫ് മാസ്റ്റർ പ്ലാൻ വിജയിക്കുമ്പോൾ അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് ഓരോ ഇന്ത്യക്കാരനുമാണ്. നമ്മുടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടും. നമ്മുടെ യുവാക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കും. പ്രവാസികൾക്ക് അഭിമാനത്തോടെയും സുരക്ഷിതമായും മറുനാട്ടിൽ കഴിയാൻ സാധിക്കും. ലോകം മാറുകയാണ്, അതിനൊപ്പം ഭാരതവും. ചൈനയും മറ്റു വൻ ശക്തികളും പകച്ചു നിൽക്കുമ്പോൾ നയതന്ത്രത്തിന്റെ പുതിയ തന്ത്രങ്ങളുമായി ഇന്ത്യ മുന്നേറുകയാണ്. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ഈ കരാറിലൂടെ നമ്മൾ പകുതിയായി കുറച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഭാരതത്തിന്റെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.